ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജുഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയിലുള്ള ഒരു അടിപൊളി കോഴ്സിനെ കുറിച്ചിട്ടാണ്. മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, MSc ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഗ്നോയിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് MA JMC എന്നുള്ള ഈ ഒരു കോഡ് തന്നെ സെലക്ട് ചെയ്യണം, എങ്കിലേ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആവുകയുള്ളൂ. ഇത് ഒരു 2 ഇയർ പ്രോഗ്രാമാണ്. മാക്സിമം പോയാൽ 4 ഇയർ ആണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും അതുപോലെ ഹിന്ദിയിലുമാണ്. പിന്നെ ഒരു മീഡിയം തമിഴിൽ കൂടിയിട്ടുണ്ട്, അത് സെപ്പറേറ്റ് വേറെ കോഴ്സായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. സ്പെഷ്യലൈസേഷന് വരുന്നത് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് സാമൂഹിക മാറ്റത്തിനുള്ള ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ്. മാധ്യമങ്ങളെ വെറുമൊരു വാർത്താവിനിമയ മാധ്യമമായി മാത്രമല്ല, സമൂഹത്തിൽ നല്ലൊരു മാറ്റത്തിനും വികസനത്തിനും കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രധാന ആയുധമായി കാണാൻ ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വരുന്നത് തൊഴിൽ നൈപുണ്യം വളർത്തുക, തൊഴിൽ സ്കില്ല് വളർത്തുക എന്നുള്ളതാണ്. മീഡിയ രംഗത്ത് ആവശ്യമായ പ്രൊഫഷണൽ സ്കില്ലുകളും കഴിവുകളും നിങ്ങളിൽ വളർത്തിയെടുക്കാനും അതുവഴി വിവിധ മാധ്യമ മേഖലകളിൽ മികച്ച ജോലി കണ്ടെത്തുവാനും ഈ ഒരു കോഴ്സ് സഹായകമാകും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് മീഡിയയിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയൊരു അവസരം ഈ ഒരു കോഴ്സ് നൽകുന്നതാണ്. നിലവിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ കൃത്യമായ ഒരു ഫോർമൽ ട്രെയിനിങ് ഇല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ അറിവും യോഗ്യതയും വർദ്ധിപ്പിക്കാൻ ഈ ഒരു കോഴ്സ് വലിയൊരു സഹായകമാകും. ഇതാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി പറയുന്നത് ലേണേഴ്സ് ഷുഡ് ഹാവ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി. ദേ ഷുഡ് ഹാവ് ആക്സസ് ടു കമ്പ്യൂട്ടേഴ്സ്. അവർക്ക് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കണം, ഇൻ്റർനെറ്റ് സൗകര്യം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വേർഡ് പ്രോസസ്സിങ്ങിൽ ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. എന്തിനാണ്? ഫോർ ക്രിയേറ്റിംഗ് വേർഡ് ഡോക്യുമെൻ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ ഇൻ്റർനെറ്റ് ഫോർ സെൻഡിങ് ആൻഡ് റിസീവ് മെയിൽസ്, ബ്രൗസിങ് സൈറ്റ്സ്. അപ്പോൾ മനസ്സിലായല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർനെറ്റ് ആക്സസും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ വേർഡും അറിയണം എന്ന് പറയുന്നത്. ഇത് MA JMC പ്രോഗ്രാം ഈസ് മോഡുലാർ ഇൻ nature which to earn 80 credits. The learner will have to complete 40 credits each year. ഇത് ടോട്ടൽ 80 ക്രെഡിറ്റ്സിൻ്റെ ഒരു കോഴ്സാണ്. ഓരോ ഇയറിലും 40 ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം. ക്രെഡിറ്റിനെ കുറിച്ച് അറിയാത്തവർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. There is a provision for lateral exit for those who do not wish to continue after 1 year, and such students shall be awarded postgraduate diploma in journalism and mass communication. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തവർക്ക് എക്സിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ PG ഡിപ്ലോമ ലഭിക്കും. ലാറ്ററൽ എൻട്രി കൂടി ഇതിനുണ്ട്, ലാറ്ററൽ എൻട്രി ഓപ്ഷൻസ് കൂടി ഈ ഒരു കോഴ്സിനുണ്ട്. സെക്കൻഡ് ഇയറിലോട്ട് ലാറ്ററൽ എൻട്രി ചെയ്യാം. എന്ത് ചെയ്യാന്? PG ഡിപ്ലോമ ഇൻ JMC. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ, അത് അങ്ങനെ തന്നെ ഒരു കോഴ്സ് PG JMC എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇഗ്നോയിൽ എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് ഇയറിലോട്ട് MA JMCയിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലാറ്ററൽ എൻട്രി ലഭിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, മുന്നേ കോഴ്സ് എടുത്തവർക്കോ കഴിഞ്ഞവർക്കോ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. 13,500 രൂപയാണ് പെർ ഇയർ ഫീസ് വരുന്നത്. കൂടെ രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ കൂടി 700 രൂപയാണ്. അപ്പോൾ ടോട്ടൽ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് വരുന്നത് 14,200 രൂപയാണ്. ബട്ട് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് വരുന്നത് 13,500 രൂപ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയർ അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഇയർ, ഇത്രയും 2 ഇയറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് 4 ഇയർ വരെ യൂണിവേഴ്സിറ്റി അപ്ഗ്രേഡ് ഇതിൻ്റെ ഡ്യൂറേഷൻ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ 4 ഇയർ കൊണ്ട് തന്നെ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് MJM 120 MJM 021 അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് 12 ക്രെഡിറ്റിൻ്റെ 6 അതുപോലെ തന്നെ 6 ഇങ്ങനെ ഈ ഒരു 3 കോഴ്സുകൾ ഉണ്ടല്ലോ. ഈ ഒരു 6 ക്രെഡിറ്റിൻ്റെ ഈ ലാസ്റ്റ് 6 എന്ന് പറയുന്നതിൻ്റെ ക്രെഡിറ്റ്സ് ആണ്. ഇവിടെ പറയുന്നത് ഇതിൻ്റെ കോഡാണ്, ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ നെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക്
3 പ്രാക്ടിക്കൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 പ്രാക്ടിക്കൽ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അതൊരു ഇലക്റ്റീവ് പ്രാക്ടിക്കൽ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് 2 പ്രാക്ടിക്കൽ മാത്രം ചൂസ് ചെയ്താൽ മതി. 2 പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6+6 12 ക്രെഡിറ്റ്സ് ആണ് ലഭിക്കുന്നത്. ഇനി സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 1 2 3 4 5 6 പേപ്പേഴ്സ്, തിയറി പേപ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ലാബുകൾ, അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ കോഴ്സ് ചൂസ് ചെയ്യാം. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രാക്ടിക്കൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. രണ്ടിനും 6 ക്രെഡിറ്റ്സ് തന്നെയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇലക്റ്റീവായിട്ട് സ്റ്റുഡൻസിന് സൗകര്യാർത്ഥം തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒന്ന് ചൂസ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് വർക്ക് അല്ലെങ്കിൽ ഡിസേർട്ടേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 6 ക്രെഡിറ്റിൻ്റെ ഇത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിസർച്ച് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് 2 ഇലക്റ്റീവാണ്. ഇതിൽ നിന്നും ഒന്നും, അതുപോലെ തന്നെ ഈ ഒരു സെഷനിൽ നിന്നും ഈ ഒന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ 80 ക്രെഡിറ്റ് പൂർത്തിയാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന MSc ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോഴ്സിനെ കുറിച്ചിട്ട് ബോധവാന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇവിടെ ഇലക്റ്റീവ് ഉണ്ട്, പ്രാക്ടിക്കലിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലാണ് വരുന്നത്, സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റും ഇൻറ്റേൺഷിപ്പും ഡിസേർട്ടേഷനും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇലക്റ്റീവ്സ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മാത്രം മതി. രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ഇത് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. സെക്കൻഡ് ഇയറിലോട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഫസ്റ്റിലോട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ പ്രാക്ടിക്കലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് നമുക്ക് ഏതെല്ലാം റീജിയൻ സെൻറ്ററിലും ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം. കേരളത്തിൽ നിങ്ങൾക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ അൽ അമീൻ കോളേജിൽ ഈ ഒരു കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാം. ഇനി നമുക്ക് ട്രിവാൻഡ്രത്ത് ഉണ്ടോ നോക്കാം. ട്രിവാൻഡ്രത്ത് നമുക്ക് 2 കോളേജുകളാണ്, മാർവിന ഇവാനിയസും അതുപോലെ തന്നെ ശ്രീനാരായണ കോളേജുകളും. ഈ 2 കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് വടകരയിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കാം. വടകര റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കാണുന്നില്ല. സോ നമുക്ക് കേരളത്തിൽ കൊച്ചിൻ റീജിയൻ സെൻറ്ററിലും ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിലുമാണ് ഈ ഒരു കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ഇനിയും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്നുള്ളവർ രജിസ്ട്രേഷനും അനുബന്ധമായിട്ടുള്ള സർവീസുകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഇഗ്നോയുടെ ഇൻഫർമേഷൻ അതിൽ പാസ് ചെയ്യുന്നതാണ്. പോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ ഇൻഫർമേഷനും കൂടുതൽ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും ഇഗ്നോയുടെ അപ്ഡേറ്റ്സും ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.